നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരളത്തിൽ വലിയ രീതിയിലുള്ള ചൂടാണ്, കൊടും ചൂടാണ് പലയിടത്തും അനുഭവപ്പെടുന്നത്. താപതരംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിൽ താപതരംഗത്തിൽ നമ്മൾ കൈകാലിട്ടടിക്കുമ്പോഴും ജലപ്പെരുമയുടെ ജില്ലയ്ക്ക് പേരിനെങ്കിലും അല്പം ആശ്വാസം. സംസ്ഥാനത്തെ വേനൽ മഴയുടെ കണക്കുകളിൽ പത്തനംതിട്ട ജില്ല ഒന്നാമത്. മാർച്ച് 1 മുതൽ ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ കിട്ടേണ്ട മഴയുടെ അളവ് 21 സെന്റിമീറ്റർ. കിട്ടിയ മഴയാകട്ടെ 21.3 സെന്റിമീറ്റർ. ഈ കാലയളവിൽ സംസ്ഥാനത്ത് നേരിയ തോതിലെങ്കിലും അധിക മഴ കിട്ടിയ ഒരേ ഒരു ജില്ല പത്തനംതിട്ട. കോഴിക്കോടാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. സംസ്ഥാനത്തെ മഴക്കുറവ് ഇന്നലെ വരെ 42% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിലെ കക്കി ആലത്തോട് അണക്കെട്ടിൽ ജലനിരപ്പ് മുൻവർഷത്തേക്കാൾ കുറഞ്ഞു. അത് 30% വരെയാണ് കുറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ജലം താഴേക്ക് ഒഴുകുന്നതിനാൽ പമ്പ നദി തീരെ വറ്റിയിട്ടില്ല എന്നത് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. പമ്പ ജലസേചന പദ്ധതിയുടെ മണിയാർ അണക്കെട്ട് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. അത് കാരണം കനാലുകളിൽ ജലമില്ല. മാത്രമല്ല, ജില്ലയുടെ ഭൂഗർഭ ജലനിരപ്പിനെയും ഇത്തരത്തിൽ മണിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അത് അടച്ചതുമൂലം, ജലസേചന പദ്ധതി അടച്ചതുമൂലം വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പലയിടത്തും കിണറുകൾ വറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇടനാടൻ കുന്നുകളും കിഴക്കൻ മലയോരത്തെ വനങ്ങളുമാണ് അവശേഷിക്കുന്നത്. എന്തായാലും അവിടെ വേനൽ മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മല ഇടിച്ചും പാറക്കെട്ടുകൾ തകർത്തും പാടം നികത്തിയും ഒരുപാടിടങ്ങൾ വരണ്ടു പോകുന്ന സാഹചര്യമുണ്ടായി. 10ഓളം മഴമാമിനികളുണ്ട്, പക്ഷെ വേണ്ടത്ര താപമാമിനികൾ ജില്ലയിലില്ല. അതുകൊണ്ട് തന്നെ ജില്ലയിലെ പൊള്ളലിന്റെ കാഠിന്യം, അതല്ലെങ്കിൽ ചൂട് എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ സ്വയം നിയന്ത്രിത മാപിനികളിൽ നിന്നുള്ള കണക്കുകൾ പാസ്വേഡ് ഉപയോഗിച്ച് നിയന്ത്രിച്ചിരിക്കുന്നതിനാൽ ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന് പോലും താപ കണക്കിന്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എത്രമാത്രം താപനിലയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പലരും അനൗദ്യോഗികമായി താപമാപിനികളിൽ എടുക്കുന്ന കണക്കാണ് ജില്ലയിൽ പ്രചരിക്കുന്നത്. ജില്ലയിലെ ശരാശരി താപനില 37 ഡിഗ്രി. അതേസമയം പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയ്ക്കും തുടർച്ചയായ പൊള്ളിക്കുന്ന ചൂടിനും ആക്കം കൂട്ടിയ അന്തരീക്ഷത്തിലെ പ്രതിഭാസമായ എതിർചുഴലി, അതായത് ആന്റി സൈക്ലോൺ ദുർബലമായി തുടങ്ങിയിരിക്കുകയാണ്. എതിർചുഴലിയുടെ സ്വാധീനം കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കാര്യമായ വേനൽ മഴ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരാഴ്ച മുമ്പ് രൂപപ്പെട്ട എതിർചുഴലി കാരണം കടുത്ത ചൂടിന്റെ ദുരിതത്തിലാണ് മിക്ക പ്രദേശങ്ങളായിരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യം ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്ത 2024 ഈ പ്രതിഭാസം ഉണ്ടായെങ്കിലും ഇത്രയും നീണ്ടു നിന്നില്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് 5 കിലോമീറ്റർ ഉയരത്തിൽ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, കേരളത്തിന്റെ കുറച്ചു ഭാഗത്തുമായി ലക്ഷക്കണക്കിന് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന എതിർചുഴലി ഇത്തവണ വേനൽ മഴ പരക്കെ ലഭിക്കാൻ തടസ്സമായി മാറുകയുണ്ടായി. ഉത്തരേന്ത്യയിൽ നിന്ന് എത്തുന്ന ഉഷ്ണക്കാറ്റിനെ മുകളിലേക്ക് ഉയർത്തിയില്ല, പകരം താഴെ തന്നെ നിലനിർത്തി വ്യാപിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ എതിർചുഴലി പ്രതിഭാസത്തിലൂടെ നടക്കുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ട ശക്തമായ മഴ കിട്ടിയ സ്ഥലങ്ങളും ചൂട് കുറയാത്ത സാഹചര്യം ഇതുമൂലം ഉണ്ടായി. എതിർചുഴലി എന്ന് പറയുമ്പോൾ അത് ഒരു ചൂട് കാറ്റിനൊപ്പം ഈർപ്പവും അന്തരീക്ഷത്തിന് മുകളിൽ എത്തിച്ച് മഴമേഘം ഉണ്ടാകാൻ സഹായിക്കുന്ന ചുഴലിയുണ്ട്. ആ ചുഴലിക്ക് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് എതിർചുഴലി. അപ്പോൾ അതിന്റെ വിരുദ്ധമായ കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ സംഭവിക്കും. അന്തരീക്ഷത്തിലെ ചൂടിന്റെയും ഈർപ്പത്തിന്റെയും ഒക്കെ അനുപാതം എതിർചുഴലി തെറ്റിച്ചിരിക്കുകയാണ്. സാന്ദ്രത കുറഞ്ഞ ഉഷ്ണവായു സാധാരണ അന്തരീക്ഷത്തിൽ പരക്കുകയാണ് ചെയ്യുക. എതിർചുഴലിയുടെ കേരളത്തിലെ സ്വാധീനം ദുർബലമാകുന്നതോടെ 28-ാം തീയതി മുതൽ കാലാവസ്ഥാ വിദഗ്ധർ വ്യാപകമായ വേനൽ മഴ ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട് തീരത്ത് ന്യൂനമർദ്ദ പാത്തി രൂപം കൊള്ളുന്നുണ്ട്. പകൽ സമയങ്ങളിൽ കടൽക്കാറ്റ് വൈകുന്നുണ്ട്. എന്തായാലും ഇത്തവണ ചൂടിന്റെ തീവ്രത വർദ്ധിക്കാൻ ഇതൊക്കെ കാരണമായി എന്നാണ് കാലാവസ്ഥാ വിദഗ്ധരൊക്കെ വ്യക്തമാക്കുന്നത്. കാലാവസ്ഥാ മാറ്റത്തിൽ കടൽ വലിയ തോതിൽ ചൂടായതാണ് കാറ്റിന്റെ സമയമാറ്റത്തിന്റെ കാരണമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. സാധാരണ ഈ സീസണിൽ രാവിലെ തന്നെ കരയിലെത്തിയിരുന്ന കാറ്റ് ചൂടിൽ ആശ്വാസമായി കിട്ടിയിരുന്നു. എന്തായാലും കഴിഞ്ഞ വർഷം മികച്ച കാലവർഷം കിട്ടിയിരുന്നു. ഇത്തവണ ചൂട് കുറയുമെന്ന പ്രതീക്ഷ അസ്ഥാനത്താക്കി ഉഷ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 സംസ്ഥാനത്ത് ആദ്യ ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്ത പാലക്കാട്ട് ഇത്തവണ ഏപ്രിൽ 10, 11, 17, 18, 19, 20, 21, 22 തീയതിയിൽ മലമ്പുഴയിലെ ഉഷ്ണമാമിനിയിൽ ശരാശരി 40 ഡിഗ്രി സെൽഷ്യസും കൂടുതലും ചൂട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ഒരു സാഹചര്യമായിരിക്കുന്നത്. എതിർചുഴലി എത്തി എല്ലാം തെറ്റിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും ഇത്തരത്തിലാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാം, മഴ മുന്നറിയിപ്പ് കൂടി നോക്കാം. മഴ എത്താറായോ, എങ്ങനെയാണ് വേനൽ മഴ എവിടെ എത്തി എന്നതടക്കമുള്ള വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ ജില്ലകളിലുള്ളവർക്ക് അല്പം ആശ്വാസം. നമുക്കറിയാം, ഈ ഒരു കൊടും ചൂട് അതിനിടയിൽ അല്പം ആശ്വാസം
ആശ്വാസമായി മഴ കിട്ടണേ എന്നാണ് നമ്മൾ പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വാർത്തയാണ്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലുള്ളവർക്ക് സന്തോഷ വാർത്തയാണ്. തിരുവനന്തപുരത്തുള്ളവർക്കും ഒറ്റപ്പെട്ടിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. വലിയ ആശ്വാസമായിരിക്കും ഈ ഒരു നേരിയ മഴ നൽകുന്നത് ഈ കൊടും ചൂടിനിടയിൽ. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 28-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതേസമയം രാജ്യത്ത് ഒട്ടാകെ വലിയ രീതിയിലുള്ള ചൂട് തന്നെയാണ്. കേരളം മാത്രമല്ല, രാജ്യത്തൊട്ടാകെ വലിയ ചൂട് നേരിടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മഴയ്ക്കായി നമ്മളൊരു വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും രാജ്യത്തിന് ആശ്വാസമേകി ഇത്തവണ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ എത്തുമെന്നൊരു പ്രവചനം കൂടി വന്നിരിക്കുകയാണ്. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മെയ് അവസാനത്തോടെ, അതായത് അടുത്ത മാസത്തിന്റെ അവസാനത്തോടെ തന്നെ ദക്ഷിണേന്ത്യയിൽ മഴ എത്താൻ സാധ്യത. നിലവിൽ ഉത്തരേന്ത്യയിലും മധ്യ ഇന്ത്യയിലും താപനില 43 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ താപനില ആയിരിക്കുന്നത്. അത്രയും ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം ചൂടാണ് നമ്മൾ നേരിടുന്നതെന്നത് അതിൽ നിന്ന് വ്യക്തമാണ്. ഈ സാഹചര്യത്തിലാണ് വളരെ പ്രതീക്ഷാജനകമായ അല്ലെങ്കിൽ വളരെ ആശ്വാസകരമായ ഈ ഒരു വിവരം കൂടി പുറത്തുവരുന്നത്. മെയ് അവസാനത്തോടെ കാലവർഷം എത്തുമെന്നത് നമുക്കറിയാം. ഒരുപാട് മരണങ്ങൾ വരെ സംഭവിക്കുന്നുണ്ട്. സൂര്യാതപമേറ്റ് മനുഷ്യന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ മഴ വേഗം എത്തുമെന്ന പ്രതീക്ഷയാണുള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മെയ് 18-നും 25-നും ഇടയിൽ കാലവർഷം എത്തിയേക്കും. മെയ് 25-നും ജൂൺ 1-നും ഇടയിൽ കേരളത്തിലും തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ സാധാരണയിൽ കൂടുതൽ മഴ കിട്ടാൻ സാധ്യതയുണ്ടെന്നും പ്രവചനം. അന്തരീക്ഷ സാഹചര്യങ്ങളിൽ മാറ്റം വന്നില്ലെങ്കിൽ മെയ് 25-ഓടെ കേരളത്തിൽ കാലവർഷം എത്തിയേക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. നിലവിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂട് അത് സമുദ്രത്തിൽ നിന്നുള്ള കാറ്റിനെ നേരത്തെ കരയിലേക്ക് എത്തിക്കാൻ കാരണമാകുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ഇത്തവണ കാലവർഷം എത്തുമ്പോൾ എൽനിനോയുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നാണ് ഒരു പ്രതീക്ഷ. എൽനിനോ പ്രതിഭാസം ഈ കാലവർഷത്തിന്റെ തോത് കുറയ്ക്കും, മഴയുടെ തോത് കുറയ്ക്കും. എന്തായാലും ഇത്തവണ കാലവർഷം എത്തുമ്പോൾ എൽനിനോയുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇത്തവണ കാലവർഷം കനക്കാൻ കാരണമാകും. മെയ് അവസാന വാരത്തോടെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് രൂപപ്പെടാനും അത് ഈർപ്പമുള്ള മേഘങ്ങളെ ഇന്ത്യൻ തീരത്തേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷവും കേരളത്തിൽ കാലവർഷം നിശ്ചയിച്ചതിന് നേരത്തെ എത്തിയതാണ്. നിലവിൽ കൊടും ചൂടിൽ കേരളം ഉൾപ്പെടെ വലയുകയാണ്. അതുകൊണ്ട് തന്നെ കാലവർഷം എത്രയും പെട്ടെന്ന് എത്തണം എന്നൊരു ആഗ്രഹമാണ് നമ്മൾ എല്ലാവർക്കും ഉള്ളത്. എന്തായാലും എത്രയും പെട്ടെന്ന് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൂടിനൊപ്പം വരൾച്ചയുണ്ട്, കുടിവെള്ള ക്ഷാമം നേരിടുന്നുണ്ട്, ചൂട്, സൂര്യാതപം, അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും മഴയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അന്തരീക്ഷ താപം കൂട്ടുന്ന കാലാവസ്ഥ പ്രതിഭാസമായ എൽനിനോ ഇക്കൊല്ലം പാതിയോടെ എത്തിയേക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക കാലാവസ്ഥാ സംഘടന അറിയിച്ചു. മെയ് ആദ്യം മുതൽ ജൂലൈ വരെയുള്ള സമയത്ത് എൽനിനോ പ്രതീക്ഷിക്കാം. ഇത്തവണത്തേത് കടുത്തതായിരിക്കുമെന്ന സൂചനയും കൂടി പുറത്തു വരുന്നുണ്ട്. പസഫിക് സമുദ്രത്തിലെ ഭൂമധ്യരേഖാ പ്രദേശത്ത് സമുദ്രോപരിതലത്തിലെ താപനില അസാധാരണമായി കൂടുന്ന പ്രതിഭാസമാണ് എൽനിനോ. ഇതുമൂലം കാറ്റ്, അന്തരീക്ഷ മർദ്ദം, മഴയുടെ ക്രമം എന്നിവയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും.